പതിമക്കത്തുതിത്തുള്ള മലരല്ലേ പരിശുദ്ധ കതിരൊളി ബദറല്ലേ പരമിള സുരഭ് കുങ്കാവല്ലേ പെരിയോന്റെ കുതിസിലെ മയിലല്ലേ പതിമക്കത്തുതിത്തുള്ള മലരല്ലേ പരിശുദ്ധ കതിരൊളി ബദറല്ലേ അഴകുള കടൽ തീരമറിയും നബിയുള്ള മുന്നോട്ടോടുകയായി കരളുരുകി ബീവി സുലൈഖ കരഞ്ഞപ്പോയല്ലോ. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ താനാലൂർ കേട്ടോ, അത് തിരൂരിനടുത്തുള്ള താനാലൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഒരു അത്ഭുത കലാകാരിയാണ് കേട്ടോ. ഈ നാട്ടിലെ അറിയപ്പെട്ടൊരു കലാകാരി, അതായത് കഴിവുണ്ടായിട്ടും ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു കലാകാരി തന്നെ പറയാം കേട്ടോ. ഒരു 8ാം ക്ലാസ്സുകാരി, നല്ല അടിപൊളി പാട്ട് പാടുന്ന ഒരു പൊന്നുമോളാണ്. അപ്പോൾ ഞാനിതാ അവരുടെ വീടിന് മുമ്പിലാണുള്ളത്. ഒരു കോട്ടയത്തിലെ താമസം കേട്ടോ. ഇവൾക്ക് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കട്ടോ. അപ്പോൾ നേരെ നമുക്ക് അവരുടെ വീട്ടിലേക്ക് വാ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പക്ഷേ നമ്മൾ വന്നത് അവർ പറഞ്ഞിട്ടുണ്ടാവില്ല, നമ്മൾ വിളിച്ചിരുന്നു, ഇന്നാണ് നമ്മൾ വരുന്നതെന്ന് അവർ പറഞ്ഞിട്ടില്ല. പോയി നോക്കാം വാ. ഒരു കോട്ടേഴ്സിലാണ് പറഞ്ഞല്ലോ താമസം, ഇവിടെയാണ് താമസം കേട്ടോ. അപ്പം ആളിവിടെ ഉണ്ടോ നോക്കാം. ഹലോ, അറിയോ? എങ്ങനെ അറിയാം? വീഡിയോകളൊക്കെ കാണാറുണ്ട്. അതെ, അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാട്ടുകാരി കേട്ടോ. അതായത് ഇപ്പം പുതിയ പട്ടർമാലിലൊക്കെ ഓഡീഷനിൽ വന്ന് പങ്കെടുക്കാൻ നിൽക്കാന്ന് പറഞ്ഞിട്ടും അതിപ്പോൾ എന്ത് സ്റ്റാർട്ടായത്? നാളെ മുതൽ നാളെ പോവാണേ. ഓക്കെ, അപ്പം നമ്മൾ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന ആ ഒരു കലാകാരി കേട്ടോ. 8ാം ക്ലാസ് എന്നല്ല പറഞ്ഞേ? പേര് പറഞ്ഞില്ല. ഫാത്തിമ അറിയ. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ മോളെ ഫാമിലി അല്ലേ? എല്ലാം പരിചയപ്പെടുത്ത ആരൊക്കെയാണത്? പേരെന്താ? ഷമീർ. ഓക്കെ, മോൻ്റെ പേര്? ഓക്കെ. അപ്പോൾ നമ്മളെ ഞാൻ പറഞ്ഞല്ലോ, അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് കലാകാരികൾ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മോളുടെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒന്നും കണ്ടിട്ടില്ല. ശരിക്കും എങ്ങനെയാണ് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ തോന്നി? അങ്ങനെ വീഡിയോയില് കണ്ടിട്ട് അങ്ങനെ കോൺടാക്ട് ചെയ്തു. ഒക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടല്ലേ? ഇഷ്ടമായി വീഡിയോസ്? ഓക്കെ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ മോളുടെ കുറച്ച് കഴിവുകൾ, നല്ല പാട്ടുകാരിയാണ് അല്ലേ? എനിക്ക് 2 വീഡിയോസ് ഒക്കെ അയച്ചു തന്നിരുന്നു പാട്ട് പാട്ടിനെ. അപ്പോൾ എന്തായാലും ശരിക്കും ഏത് പാട്ടാണ് നമ്മൾ നോക്കുന്ന കാറ്റഗറി? മാപ്പിളപ്പാട്ടാണോ? മാപ്പിളപ്പാട്ട് അല്ലേ? അപ്പോൾ പട്ടുമാൽ തുടങ്ങുമ്പോൾ അതാണ് വേണ്ടിയല്ലേ? ഓക്കെ, ഫസ്റ്റ് പാട്ട് ഏതാ പാടുക? ഓക്കെ. അപ്പോൾ എന്തായാലും മോളുടെ പാട്ട് കണ്ടിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായപ്പെടും. അതിന് മുമ്പ് കനീവിന്റെ കടലായാൽ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമാണെന്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. താരാട്ട് പാട്ടോളം മധുരമുള്ളൊരു ശീലം ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. ഉമ്മ ഇല്ലാതിനോളം ഉലകിലൊരു നന്മ. അപ്പോൾ ഫാത്തിമ അറിയാം അല്ലേ? അതല്ല പേര്? ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പാട്ട് അടിപൊളിയായിട്ട് പാടി, സൂപ്പറായിട്ട് പാടി അല്ലേ? അപ്പം ഇഷ്ടമായിട്ട് നമുക്ക്. അപ്പം നല്ല വോയിസാണ്, സൂപ്പറാണ്. പക്ഷേ ആദ്യമായിട്ട് വീഡിയോൻ്റെ മുന്നിൽ നിൽക്കുന്ന ചെറിയൊരു ബുദ്ധിമുട്ട് അത് കാണുന്നുണ്ട്. അത് കുഴപ്പമില്ലല്ലോ അല്ല? ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വീട്ടിൽ നിന്ന് ഉമ്മ ഉപ്പൊക്കെ നല്ല സപ്പോർട്ട്, ഇത് നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് ഓരുടെ എന്നൊക്കെ എങ്ങനെ സപ്പോർട്ട് വരുന്നത്? അവരുടെ എന്നൊക്കെ ഇങ്ങനെ അവർ പറയും, പാട്ട് ഇജ് പാടുന്നത് നല്ല ഭംഗിയും ഇതൊക്കെ ഉണ്ട്, ഇജ് നിർത്താൻ പാടിയില്ല, അങ്ങനെ അവരെ സപ്പോർട്ട് ഉണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് അറിയോ? നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ കുട്ടികളാണ്, ഈ ഒരു ഏജിലുള്ള കുട്ടികളാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഫാത്തിമേൻ്റെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പാടിപ്പിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ശരിക്കും മാപ്പിളപ്പാട്ട് ഇതൊക്കെ പഠിച്ച്, അതായത് നമ്മൾ ഈ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടല്ലോ, പഠിച്ചിട്ടാണോ പാടുന്നത് അതോ വെറുതെ പാടിയിട്ടാണോ ആദ്യം തുടങ്ങിയത്? അങ്ങനെ സംഭവം തുടങ്ങി വെറുതെ പാടിയിട്ട് അല്ലേ? പിന്നെ പാട്ട് പഠിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ശരിക്കും പാട്ട് പഠിക്കാൻ പോയപ്പോൾ ബെറ്ററായി തോന്നി. അപ്പോൾ ആദ്യം പഠിക്കാൻ പോകേണ്ടിരുന്നു തോന്നിയില്ലേ? ആദ്യമേ തോന്നി. ഓക്കെ. അപ്പോൾ എന്തായാലും എനിക്ക് അയച്ചെന്ന പോലെ ഇതിലെന്താ വീഡിയോസിൽ ആയിട്ട് വന്നിട്ടില്ല. അടുത്ത പാട്ട് അങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശരിക്കും അടുത്ത പാട്ടത്തെ പാടുന്നത് മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകോണിൽ സുവർഗവും കണ്ട്
കന്യകയാണോ അവളുടെ പുഞ്ചിരിയാലേ എന്നുടെ തടി തളരുന്നേ മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട്. സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. സംഗതി എന്തായാലും ഇനിയും ഒരുപാട് എന്താ പറയുക പാട്ട് മുന്നോട്ട് പോകാണ്ട്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടുണ്ട് മനസ്സിലായി. പിന്നെ ഓഡീഷനിലൊക്കെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ആൾക്കാർ അതിൻ്റെ കറക്റ്റായിട്ട് മനസ്സിലാക്കില്ല കാര്യം. അപ്പോൾ വീഡിയോയിൽ നമുക്ക് അത്ര പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും ശരിക്കും ഫാത്തിമാരെ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പാട്ട് ഏതാ, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. അതുപോലെ സ്കൂളിൽ കലോത്സവങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഏതൊക്കെയാണ് പങ്കെടുത്ത് വന്നേ? അത് മാപ്പിളപ്പാട്ടിന്, നാടൻ പാട്ടിന്. ഓക്കെ, അതിലൊക്കെ എന്താ കിട്ടിയിട്ടുണ്ടാവുക? അതിൽ ട്രോഫി ഇട്ടിട്ടുണ്ട്, പിന്നെ 1ാം സ്ഥാനം അടിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ അങ്ങനത്തെ ഒരാളാണോ ഇപ്പോൾ ഈ പാടുന്നത്? ആ 1ാം സ്ഥാനത്തൊക്കെ അടിച്ച ആൾക്കാരാകുമ്പോൾ അതിനെ ഒരു എഫേർട്ടിൽ പാടണ്ടേ? അപ്പം ക്യാമറ നല്ല ചിരിച്ചിട്ട് അടിപൊളി പാടുക കേട്ടോ. ഏതാ പാടാൻ വേണ്ടി പോണേ? സുഹറ ബത്തുൽ. ഒരുപാട് ആൾക്കാർ പാടി പാട്ടാണ് സംഗതി അല്ലേ? ഒരുപാട് വീഡിയോസിലൊക്കെ വന്നതാണ്. കുഴപ്പമില്ല. എന്തായാലും ഫാത്തിമാറിയൻ്റെ ശബ്ദത്തിലൂടെ നമുക്ക് കേൾക്കുമ്പോൾ ആ പാട്ട് എങ്ങനെ നമുക്ക് നോക്കിക്കാം അല്ലേ? സൂപ്പറായി പാടുമല്ലേ? ഓക്കെ. സുഹറ ബത്തുൽ സാക്കിയറാലിയ ഷജറുകൾ തരമാൽ സലാമിന്റെ സുഹൃതം തരും കുരും ഷറഫുടനിധി മതി സന്തോഷം പൊന്തളി ചന്തം മുന്തിര ചന്ദിര സുന്ദര ശോഭിസൂയ പൊരുൾ ഗസുര അഹമ്മദ് പുണർന്നി സുഗന്ധം വള്ളി മികൈന്ത് പുകൈന്ത കനി പരന്തന വിക്കുമ്പം ഫാത്തിമത്ത് സുഹറ മെച്ചമുള്ള ക്ഷണം വെച്ചൊരു റോജ മിക മിക തിക തിക സഖിയാലി ഹോജ തരുൾ തരുൾ ബുഷ്റ നബി തന്നിൻ പൊരുൾ മകൾ സുഹറ സുഹറ ബത്തുൽ സാക്കിയറാലിയ ഷജറുകൾ തരമാൽ സലാമിന്റെ സുഹൃതം തരും ഗുരു ഷറഫുടനിധി മതി സന്തോഷം പൊന്തോൾ ചന്തം മുന്തിര ചന്ദിര സുന്ദര ശോഭിസുര പൊരുൾ ഗസുര. അപ്പോൾ എന്തായാലും ഫാത്തിമ റിയ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും ഒരുപാടായി നമ്മൾ കാണാൻ വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കൊച്ചു വീഡിയോ ആണ്. ഇങ്ങനെയുള്ള കലാകാരികളെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഇനി അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. ആർക്കെങ്കിലും ഇതുപോലെ നമ്മുടെ ചാനലിൽ പാടാൻ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പർ തരാം, അതിലൊന്ന് കോൺടാക്ട് ചെയ്യാം. ഒന്നുമില്ല, നിങ്ങൾ പാട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചു കേട്ടോ. അപ്പോൾ അവസാനമായിട്ടും ഒരു പാട്ട് അല്ലേ? ഏതാ പാടാൻ പോണേ? ചെമ്പകപ്പൂ. ഓക്കെ, അതെന്തായാലും ഇവൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കൂടിയാണ് പറഞ്ഞത്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ അവസാനം പാടിയിട്ട് ഈ വീഡിയോ തൽക്കാലം നിർത്താം അല്ലേ? ഓക്കെ. അഴകുള്ള കടൽ തീരമറിയും നബിയുള്ള മുന്നോട്ടോടുകയായി കരളുരുകി ബീവി സുലൈഖ കരഞ്ഞു പോയല്ലോ ചെമ്പകപ്പൂ തേനിതളതരും ചന്ദിര സുന്ദര പൂമുഖമതൃപം ഗസലുകുട്ടൻ പൊന്നുളിനാലയിൽ ആടുന്നു സുലൈഖ ബീവി മുഞ്ചായ മഞ്ചുകൾക്കകിലും കഞ്ചകമേറിയ യൂസുഫ് നബിയിൽ ചഞ്ചലപ്പൂമിഴി രണ്ടിനോളി കണ്ട് സുലൈഖ ബി വലയെറിഞ്ഞേ ചെമ്പകപ്പൂ തേനിതളതരം ചന്ദിര സുന്ദര പൂമുഖമതൃപം ഗസലുകുട്ടൻ പൊന്നുളിനാലയിൽ ആടുന്നു സുലൈഖ ബി